ഹേ എവ്രി വൺ. സോ ഇന്ന് നമ്മളെ പരിപാടി എന്താ പറഞ്ഞെങ്കിൽ നമ്മൾ കൊച്ചി പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മാറ്റണത്. ഇപ്പോൾ രാവിലെ തന്നെ എണീച്ച് പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷായി മേലൊന്ന് കഴുകിയിട്ടുള്ളൂ. കാരണം നമ്മൾ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലവേദന ആവും. സോ അതുകൊണ്ട് കുളിച്ചിട്ടില്ല, മേലെ കഴുകിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ പാക്കൊക്കെ ചെയ്ത് നമ്മൾ കൊച്ചി പോവാണ്. മെയിനായിട്ട് ഒരാളെ നമുക്ക് എന്താ പറയുക എടുക്കാന്ന് പറഞ്ഞെങ്കിൽ എയർപോർട്ടിലേക്ക് ഒരാൾ ദുബായിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവളെ പിക്ക് ചെയ്യാണ്ട് ഫസ്റ്റ്. പിന്നെ രണ്ടാമത്തെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം അങ്ങനെ രണ്ടെണ്ണം അങ്ങനെ രണ്ടും കൂടി ആയിട്ട് പോയച്ചു. നമ്മളെ ഇവിടെ എത്തി, ഇപ്പൊക്ക് ഇവിടെ എന്താണ് ഇപ്പൻ്റെ ഫിഷിൻ്റെ പരിപാടി ഇവിടെ ആണ്. സോ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഓട്ടോയിൽ പോവാണ് ഗൈസ്. അപ്പം നമുക്ക് വിശക്കുമല്ലോ, കാരണം വൈകുന്നേരം ഉച്ച ആയിക്കണം നമ്മളവിടെ എത്തിപ്പോത്തിന്. അപ്പം നമ്മൾ വിചാരിച്ചു ബിരിയാണി കഴിക്കാൻ വെച്ച്. അങ്ങനെ ഫസ്റ്റ് ഇപ്പോൾ ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് പോകാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ബിരിയാണി കഴിച്ചിരുന്നു. നല്ല മഴ വരുന്നുള്ള ഒരു പോലെ തോന്നുന്നു. ഒന്നും ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കറങ്ങാം. അത് മഴ വരുന്നുണ്ട്. ഓട്ടോറിക്ഷയിൽ ഫസ്റ്റ് കയറണം എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന ഉമ്മർ കയ്യനാണ് ഗൈസ് നമ്മളിന്ന് കാണുന്നത്. ഓൻക്കെല്ലാം ഫസ്റ്റ് വേണം, അതുകൊണ്ട് തന്നെ അവൻ ശ്രദ്ധിച്ച് കേൾക്കാം. ഫസ്റ്റ് കയറാൻ കണ്ടില്ല കയറുന്നത്. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തി. നല്ല മഴ പെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്, കാരണം നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഈ മഴ ടൈമിലൊക്കെ ബോട്ട് കയറാൻ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു, ഉമ്മ പോകണോ എനിക്ക് ഭയങ്കര പേടി. ഉമ്മ ഇങ്ങനെ പേടിപ്പിക്കാൻ അതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ നല്ല രസമാണ്. നല്ല ഒരു മഴത്ത് പോകണം. ശരിക്കും ഭയങ്കര മഴയും കാറ്റുണ്ട്. പട്ടായം പേടിയാണ്, പക്ഷേ പേടി നമ്മൾ പുറത്ത് കാണിക്കാൻ പറ്റും. നല്ല കാറ്റും പിന്നെ ആ മേഘമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഓരോ ഈ ഒരു എന്താ പറയുക നല്ല രസമുണ്ട്. പിന്നെ കുറച്ചും കൂടി മഴ ചെയ്തപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക മഴയുണ്ട്, പക്ഷേ ഇതേപോലെ എവിടെ ഇറങ്ങാൻ കഴിയാത്ത രീതിയായിപ്പോയി. കാരണം നമ്മൾ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ പിന്നെ ആ ഒരു ചുരിദാർ ഞാൻ അവിടെ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് വേറൊരു ചുരിദാർ എടുത്തിട്ടുണ്ട് കൊളാബറേഷൻ്റെ. സോ അവിടെ നിന്ന് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒന്നും കഴിഞ്ഞില്ല. മഴ കാരണം നല്ല ആംബിയൻസ് ഉള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. നല്ല ആംബിയൻസ് ഉണ്ട്, പക്ഷേ ഒന്നും എടുക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. കാരണം മഴ ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മാറ്റാനൊരു സ്ഥലം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി വേണ്ട, പിന്നെ ഒരു ദിവസം ആക്കാൻ വിചാരിച്ചിട്ട്. ഇപ്പം മഴ പൊടിയുമ്പോൾ ആ ടൈമിനാണ് നമ്മളിങ്ങനെ നടക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ. കാരണം നമുക്ക് ചടച്ചു പോയി മഴ പെയ്തിട്ട്. അങ്ങനെ അതാ ഫൈനലി ഞാനൊരു കഫേയിൽ കയറി. കാരണം നമുക്ക് ഒന്നും നടന്നില്ല. ഇനി കഫേയിൽ ഒരു ചായ കുടിക്കാൻ വെച്ച്, നല്ല മഴത്ത് നല്ല ചായ, വാവ്. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി കയറി. നമ്മളവിടെ നിന്നൊരു നഗറ്റ്സും ചായയൊക്കെ കഴിച്ച് കുടിക്കുകയാണ്. ഇങ്ങനെ എന്തൊക്കെ പറയണത്, ഇങ്ങനെ ഒരു ഹാലിൽ പറഞ്ഞു പോവാ ഗൈസ്. ഇതൊക്കെ ഗൈസ് നമ്മള് സ്റ്റോറി ഇട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും പോയി നോക്ക്. ഓനങ്ങനെ നമ്മൾ കളിപ്പിക്കുകയാണ്. ഓനങ്ങനെ സ്റ്റോറിയൊക്കെ ഇട്ട് വന്നിട്ട് വെറുതെ പറയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ പിന്നെയും നടത്തത്തിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മളിതാ കൊച്ചിയില്ല, പക്ഷെ ബിലാൽ എന്ന് പറഞ്ഞാൽ ഷൂട്ട് എടുത്തല്ലേ, അതിൻ്റെ പേരല്ല ഫിലിമിൻ്റെ, പക്ഷേ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവിടെ കുറച്ച് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ബീച്ചിലേക്ക് വന്നു. ഇങ്ങനെ നടന്ന് രാത്രിയായി. ഇനി നമ്മൾ ലുലു പോകണം. ലുലുന്ന് ഒരു നേരെ അവിടെ നിന്ന് റൂം സൈഡിൽ അവിടെ എവിടെയെങ്കിലും റൂം നോക്കണം. വേറൊരു കാര്യം കൂടി ഉണ്ട്, അത് സസ്പെൻസാണ്. അതാണ് ശരിക്കും നമ്മൾ അതിനാണ് മെയിനായിട്ട് വരുന്നത്. നമ്മളങ്ങനെ കണ്ടില്ല, ഒന്നും കണ്ടാതെ തിരിച്ചു പോകുന്നു. ലുലു മാൾക്ക് വന്നിക്കാം. ഇനിയിപ്പം ലുലു മാളിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് വി ആർ ഗോയിങ് ടു സസ്പെൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായി. നമ്മൾ ഇവിടുന്ന് ഫുഡ് വാങ്ങിയിട്ട് മേലെ പോയി ഫുഡ് കോർട്ടിൽ നിന്ന് കഴിച്ചു. നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഫിഡ്കാറ്റൊക്കെ എന്താ ചുണ്ട് കടിച്ചാൽ മതി. ഗൈസ് നമ്മൾ അങ്ങനെ പോവാണ്. ഇപ്പം ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടെ. കുറേ പേര് ചോദിച്ചിട്ട് ഇപ്പം ഇവിടെ ഇപ്പം അങ്ങനെ വീഡിയോയിലൊന്നും അങ്ങനെ ഓർമ്മ വരില്ല.
ലുലുമാൾ ഒരു 12 മണി ഇപ്പോൾ ലുലുമാൾ അടിക്കല്ലോ 12 മണിയൊക്കെ ആകുമ്പോഴത്തേന്. അങ്ങനെ നമ്മളെന്താക്കി ലുലുമാളിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ റൂം തപ്പി ലാസ്റ്റ് ഫൈനലി നമുക്ക് റൂം കിട്ടി. കാരണം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് 3 മണിക്കാണ്. സോ അപ്പം 3 മണിക്ക് പോയാൽ മതി. അപ്പോൾ അതുവരെ 2 മണിക്കൂറെങ്കിലും കിടന്നിട്ട് പോകാൻ വിചാരിച്ചിട്ട് 2 മണിക്കാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്, 3 മണിക്കല്ല. അങ്ങനെ നമ്മളെന്താക്കി 2 മണിക്കൂർ കിടന്ന് എണീക്കുമ്പോഴത്തേന് 3 മണിയായി അവിടെ എത്തുമ്പോഴത്തേന്. അപ്പോഴത്തേന് പോലെ ലാൻഡ് ചെയ്ത് അവിടെ എത്തിയിട്ട് അവിടെ നിൽക്കുക. ട്രോളിയൊക്കെ ആയിട്ടാലോ ട്രോളി കാണിച്ചെടുക്ക തീരിക്ക്. എന്റെ ബുക്ക് ഇതിലുണ്ടോ? കിട്ടിയോ ഡ്രോയിങ് ബുക്കോ? ഇവിടെ എന്ത് കൊണ്ടുവന്നത്? മാമിക്ക് അത് കൊണ്ടുവരും, നിശ്ചിതയ്ക്ക് ഇത് കൊണ്ടുവരുന്നത് എവിടെ? അതൊക്കെ ഉണ്ട്. മോള് എന്തൊക്കെയാ കൊണ്ടുവന്നത്? എന്റെ മോള് സുന്ദരി അയക്കണേ. നോക്കട്ടെ ഞാനൊന്നും തന്നെ. നല്ല സൗന്ദര്യം ഒന്ന് കാണട്ടെ. ഇങ്ങോട്ടൊക്കെ സുന്ദരിയാണ് സുന്ദരി മോള്. സെലിബ്രിറ്റി ആണ് എന്റെ ഗേളി. കേടെടുത്തല്ലേ ഈ പറഞ്ഞമാതിരി. എന്താ ഉണ്ടാക്കണേ?